രാവിലത്തെ കുറച്ച് തിരക്കുകളും ജോലികളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പതിവുപോലെ ഒരു ദിവസം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം രാത്രിയിൽ നല്ല തുമ്മലും മൂക്കടപ്പും ഒക്കെ ആയത് കാരണം രാവിലത്തെ സിട്രസിനെടുത്ത് കഴിച്ച് അപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കിനും തല ആകെ ഒരു മന്ദത പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ നമുക്കൊന്ന് ജോലി ചെയ്യാനോ വീടെടുക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിലും അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ജോലികളാണെങ്കിലും ചെയ്യണം, വീഡിയോ ആണെങ്കിലും എടുക്കണം. നമ്മൾ ഡെയിലി വീഡിയോ ഇടണമെന്ന് നമ്മൾ ആലോചിച്ചുറപ്പിച്ചത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പം പിന്നെ നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ടൊന്ന് കിടക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയും ഉള്ളിക്കറിയുമാണ്. അച്ചയ്ക്ക് കൊടുത്തു വിടണം. കാരണം രാവിലെ കഴിച്ചിട്ടല്ല പോകുന്നത്, നേരത്തെ പോകുന്നതുകൊണ്ട് അവിടെ ചെന്ന് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം ചപ്പാത്തിയും ഉള്ളിക്കറിയും വെച്ചിട്ടുണ്ട് രാവിലത്തേക്കുള്ളത്. ഉച്ചക്കത്തേക്കുള്ള ചോറ്, പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് ഇന്നലത്തത്. ഓമയ്ക്ക തോരൻ വെക്കാമെന്ന് കരുതി. ഓമയ്ക്ക തോരൻ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസവും നമ്മൾ ഓമയ്ക്ക തോരൻ വെച്ചായിരുന്നു. ഇവിടെ അങ്ങനെ ആർക്കും ഓമയ്ക്ക തോരൻ അങ്ങനെ ആർക്കും ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ അന്നെന്തോ നമ്മൾ ആദ്യമായിട്ടുണ്ടായ ഒരു ഓമയ്ക്കായിരുന്നത്. അപ്പോൾ അത് എടുത്ത് തോരൻ വെച്ചപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെന്താകത്തില്ല, അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇനി അത് ഓമയ്ക്ക തോരൻ തന്നെ അങ്ങ് ആക്കാമെന്ന് വെച്ച് ഓമയ്ക്കൊക്കെ അരിഞ്ഞ് രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ നമുക്ക് പണിയൊക്കെ ഇച്ചിരി എളുപ്പമല്ലേ. രാവിലെയൊക്കെ അരിയാനിരുന്നാൽ പിന്നെ അത് കുറേ നേരം അങ്ങനെ അങ്ങ് പോകുന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചമ്മന്തി വല്ലതും അരയ്ക്കണം. ഇതങ്ങനെ എല്ലാവർക്കും ഒരുപാട് കറികളൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. മീൻ വേണമെന്നുള്ളൊരു ഇതുണ്ട് എല്ലാ ദിവസവും. അത് കുഞ്ഞിനായാലും അവനാണെങ്കിലും മീൻ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കും നല്ലപോലെ. ഇല്ലെങ്കിൽ കഴിപ്പൊക്കെ കണക്കാണ് എല്ലാം. അങ്ങനെ രാവിലത്തെ ഓരോരോ ജോലികൾ തീർക്കുക. വെളിയിൽ നിന്ന് തുണി അമ്മ പറഞ്ഞു, അമ്മ തുണി കഴുകിക്കോളാമെന്ന് പറഞ്ഞു. അമ്മ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു. അധികം തുണികളൊന്നുമില്ല. നമ്മൾ ഡെയിലി നമ്മൾ കഴുകും. അപ്പോൾ എന്തോ മഴയാണെന്ന് പറഞ്ഞാലും വെയിലാണെന്ന് പറഞ്ഞാലും എത്ര കുത്തു മഴ പെയ്താലും തുണി കഴുകിയിടും. ഞാനും അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു ദിവസം നമ്മൾ തുണി കഴുകിയില്ലെങ്കിൽ അത് ജോലികളെല്ലാം തീർന്നെന്ന് പറഞ്ഞാലും നമ്മളെന്തോ ജോലി തീർക്കാതെ ഒരു കംപ്ലീറ്റ് ആകാത്തതുപോലെ ഒരു ഫീല് തോന്നും. അതുകൊണ്ട് ഇനി മഴയത്ത് കിടന്നാലും വേണ്ടിയില്ല, തുണി കഴുകിയിടണം. കഴുകി അങ്ങിട്ടാൽ പിന്നെ ആ ഒരു ടെൻഷനില്ല. വെളിയിൽ കിടന്ന് നനഞ്ഞാലും കുഴപ്പമില്ല, അന്നൊരു ചിന്തയാണ്. അങ്ങനെ രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ കാണുന്നൊക്കെ ഉണ്ട്. അറിയത്തില്ല, ഇപ്പോഴത്തെ ഇതല്ലേ, പെട്ടെന്ന് എപ്പോഴാണ് മഴ പെയ്യുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഓമയ്ക്കൊക്കെയുള്ള തേങ്ങ തിരുമുന്ന പരിപാടി ഇഷ്ടമല്ലാത്തതാണ്. ഞാനാണെങ്കിൽ അത് അരിഞ്ഞെടുത്ത് മിക്സിയിലിട്ട് അങ്ങനെ എടുക്കണം. നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ നല്ലപോലെ കിട്ടും. പിന്നെ അച്ചയ്ക്ക് പോകാനുള്ള സമയമായി. ഇനി അച്ചയെ പറഞ്ഞ് വിട്ടിട്ട് വേണം. കുഞ്ഞിന് എണ്ണീറ്റില്ലായിരുന്നു, അവൻ ഇന്ന് പരീക്ഷയില്ല. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ അച്ചയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ അടുക്കളയിലോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവന് എണ്ണീറ്റ് അവനോർത്തിന്ന് പരീക്ഷയുണ്ട് എന്നാണ് ഓർത്തത്. പക്ഷേ ഇന്ന് പരീക്ഷയില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അമ്മ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ്